ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അപ്പം അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ നേരവും അല്ലെങ്കിൽ ഒരു പരിപ്പ് കറി വെക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിക്കുന്നവരാണ്. എന്നാൽ പരിപ്പ് നമ്മൾ വേവിക്കുമ്പോൾ പരിപ്പ് ചീറ്റി പുറത്തോട്ട് പോകുക എന്നുള്ള ഒരു പ്രശ്നം നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു പ്രശ്നം തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇപ്പം സാമ്പാർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കാനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇടും. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ടതിന് ശേഷം സാധാരണ ചെയ്യുന്നത് എണ്ണ ഒഴിക്കും അല്ലേ. അപ്പം ഈ എണ്ണ അത്രയും കൂടെ നമ്മുടെ ദേഹത്ത് ഇൻടേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ആ സ്പൂൺ നമുക്ക് ഈ കുക്കറിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് പരിപ്പ് ഒക്കെ വേവിക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പരിപ്പ് പുറത്തോട്ട് ചീറ്റി പോകത്തില്ല. നല്ല എന്താ പറയുക, ഒട്ടും തന്നെ ചീറ്റാതെ തന്നെ നമുക്ക് കിട്ടും. ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പൂൺ ഇതിനകത്ത് ഇട്ടെന്നും പറഞ്ഞ് ഒട്ടും തന്നെ പരിപ്പ് വേവാതെ പോയിട്ടോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തും വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു നൈഫോ വല്ലതും എടുത്തിട്ട് നമുക്ക് ഈ സ്പൂണ് ഇതിൽ നിന്നും എടുക്കാവുന്നതാണേ. കടകളിൽ നിന്നും മല്ലിയില പുതിനയില ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമുക്ക് ആ വാങ്ങിച്ച പാടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണിത്. ഇതിപ്പം വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം ആവുന്നു. കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വാർന്നെടുക്കണം. അതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിൽ താഴെ ഒരു ലെയർ ടിഷ്യൂ പേപ്പറും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുള്ള നമ്മളുടെ മല്ലിയിലയും അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചത് ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത നാൾ വേണമെങ്കിൽ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പഴുത്ത് ഈ ഉൾഭാഗമൊക്കെ കറുത്ത് പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ അതിൻ്റെ തണ്ടിൽ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ പഴുത്ത് കറുത്ത് പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എണ്ണയില്ലാതെ നമുക്ക് എന്തെങ്കിലും കറിയോ മറ്റോ ഉണ്ടാക്കണമെങ്കിൽ സവാളയൊക്കെ എളുപ്പത്തിൽ എണ്ണയില്ലാതെ വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. കുക്കറിലോട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിലെടുത്തത് അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരും. അപ്പോൾ അങ്ങനെ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് ബാക്കി ഫോളോ ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എണ്ണയില്ലാതാണ് ഇത് തയ്യാറാക്കിയത് എന്ന് ആരും തന്നെ പറയത്തില്ല. അപ്പം എണ്ണയൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. നല്ല എഫക്റ്റീവാണ് കേട്ടോ. അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് എല്ലാം തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ പയറ് പരിപ്പ് മുതലായ സാധനങ്ങളൊക്കെ കുതിർക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓവർനൈറ്റൊക്കെ മറന്നു പോവുകയാണ് ഇത് സോക്ക് ചെയ്യാനായിട്ടാണ്. പിറ്റേ ദിവസം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കും. അപ്പം ചൂടുവെള്ളത്തിൽ ഇടുമ്പം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതിന് പകുതി സമയം കൊണ്ടായി വരുമെന്ന് പറയും. പക്ഷേങ്കിൽ അതിൻ്റെയും പകുതി സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്താൽ മതി. സോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൾസ് ഇതുപോലെ ഒരു കാസറോളിനകത്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കാസറോളിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുതിർന്ന് കിട്ടുന്നതായിരിക്കും. ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.